എല്ലാവർക്കും നമസ്കാരം. ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ, അതായത് ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഓരോ കാര്യം ഓരോ ദിവസമായിട്ട് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ സിർക്കേഡിയൻ റിതം അതിൽ ഒന്നാണ്. പക്ഷെ ആ സിർക്കേഡിയൻ റിതം മാത്രം കൊണ്ട് ബ്ലഡ് ഷുഗർ എന്നെ പോലെയുള്ള 10-20 കൊല്ലമായിട്ട് ഡയബറ്റിസ് ആയിട്ടിരുന്ന ഒരാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. അതിൻ്റെ കൂടെ ഡയറ്റ്, എക്സസൈസ്, പിന്നെ മെഡിറ്റേഷനോ, മൈൻഡ് കാമായിട്ട് വെക്കുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റ്, എക്സസൈസ്, മൈൻഡ് കാമായിട്ട് വെക്കുക. ന്യൂട്രീഷന്, നമ്മളുടെ ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ന്യൂട്രീഷൻ വരും. പിന്നെ ഈ ലോ കാർബ്, ഹൈ കാർബ് എന്നൊക്കെ പറയുന്ന വേരിയേഷൻസ് അല്ലാതെ നമുക്ക് വേണ്ടുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്ന ഡയറ്റ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫുഡ് ഓർഡർ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫുഡ് ഓർഡറിനെ കുറിച്ച് ഞാൻ നേരത്തെ ഇട്ട വീഡിയോ ഞാനിപ്പോ ഇതിൽ എംബഡ് ചെയ്യുകയോ ഇതിന്റെ ലിങ്കില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഷോർട്ടായിട്ട് ഞാനിപ്പോൾ വീണ്ടും പറയുകയാണ്. 2014 ഈ ഫുഡ് ഓർഡറിന്റെ ഇമ്പാക്ട് നമ്മുടെ ബ്ലഡ് ഷുഗറിൽ എക്സ്കേർഷൻസ് ആൻഡ് ഇൻസുലിൻ എക്സ്കേർഷൻസിലുള്ള ഇമ്പാക്ട് ഈ റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചത്. ഈ റിസർച്ച് നടന്നത് ജപ്പാനിലാണ് ആദ്യമായിട്ട്. പിന്നെ അതിനെക്കുറിച്ചുള്ള പല പേപ്പേഴ്സും ഈ പബ്മെഡ് എന്ന് പറയുന്ന സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ എന്താണ് ഇത് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാണ്. എന്താണ് ഈ ഫുഡ് ഓർഡർ? ഇത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഏത് മീല് കഴിക്കുമ്പോഴും, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും കഴിക്കുമ്പോൾ ഒരു ഓർഡറിൽ, ഒരു സീക്വൻസിൽ നമ്മളത് കഴിക്കുക. ആദ്യം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. ഒരു വെജിറ്റബിൾ സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു സാലഡ്, അത് ആദ്യം കഴിക്കുക. അതിനുശേഷം അത് നമ്മൾ സാവധാനം കഴിച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രോട്ടീൻ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻസുലിനും, നമുക്ക് കാർബ്സ് സ്പൈക്ക് ചെയ്യുമ്പോൾ ഇൻസുലിൻ സ്പൈക്ക് ചെയ്യും, അത് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഇൻസുലിനും നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് സ്പൈക്ക് അതില്ലാതെ ഡയറക്റ്റ് ആയിട്ട് കാർബ് കഴിക്കുന്നതിൽ നിന്നും കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് അവര് കണ്ടുപിടിച്ചത്. ടൈപ്പ് 2 ഡയബറ്റിസിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. അപ്പൊ അവർ കണ്ടതിന്റെ റിസൾട്ട്സ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കാർബോഹൈഡ്രേറ്റ് ഫസ്റ്റ് കഴിക്കുന്നവർക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് 30 മിനിറ്റിൽ 156.8 ആയി. എന്നാൽ കാർബോഹൈഡ്രേറ്റ് ലാസ്റ്റ് ആയിട്ട് ഫുഡ് ഓർഡറിൽ കഴിച്ചവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് 112 ആയി. അപ്പോൾ 156 ആയി കാർബോഹൈഡ്രേറ്റ് ആദ്യം കഴിക്കുന്നവരുടെ, മറ്റേവർക്ക് 112 ആയി. പിന്നെ 60 മിനിറ്റിൽ, 1 മണിക്കൂറിൽ കാർബോഹൈഡ്രേറ്റ് ആദ്യം കഴിച്ചവർക്ക് 199ഉം 1 മണിക്കൂറിൽ കാർബോഹൈഡ്രേറ്റ് ഈ സീക്വൻസിൽ കഴിച്ചവർക്ക് 125ഉമേ ആയിട്ടുള്ളൂ. ഭയങ്കര വൈഡ് വേരിയേഷൻ. അത് കഴിഞ്ഞ് 120 മിനിറ്റ്സ്, അതായത് 2 മണിക്കൂറിൽ കാർബോഹൈഡ്രേറ്റ്സ് ഫസ്റ്റ് കഴിച്ചവർക്ക് 169ഉം കാർബോഹൈഡ്രേറ്റ് ലേറ്റർ കഴിച്ചവർക്ക് 140ഉമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതിന്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് തിങ്, കാർബോഹൈഡ്രേറ്റ് ഫസ്റ്റ് കഴിച്ചവർക്ക് 1 അവറിൽ അത് സ്പൈക്ക് ചെയ്യുകയും 2 അവേഴ്സിൽ അത് 169ലാകുകയും ചെയ്തു. കാർബോഹൈഡ്രേറ്റ് ലാസ്റ്റ് കഴിച്ചവർക്ക് 2 അവേഴ്സ് ആയപ്പോഴാണ് അത് 140ൽ എത്തിയത്. അല്ലാതെ 2 അവേഴ്സ് ആയപ്പോൾ അത് താഴോട്ട് വരികയല്ല, അത് പതുക്കെ റൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് അവരെ കണ്ടുപിടിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വെജിറ്റബിൾസ് ആദ്യം കഴിക്കുകയും പ്രോട്ടീൻ രണ്ടാമത് കഴിക്കുകയും കാർബോഹൈഡ്രേറ്റ് മൂന്നാമത് കഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ ഗ്രാജുവലായിട്ട് റൈസ് ചെയ്ത് ഗ്രാജുവലായിട്ട് ഫോൾ ചെയ്യും. അപ്പൊ അതിന്റെ കേർവ് വളരെ ഗ്രാജുവലായിരിക്കും. അത് ഔട്ട് ഓഫ് റേഞ്ച് പോയിരിക്കുന്ന സമയവും ചിലപ്പോൾ കാണുകയില്ല, ചിലപ്പോൾ ഗ്രാജുവൽ ആയിരിക്കും. എന്നാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആദ്യം കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്ത് ഫോൾ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഈ സ്പൈക്ക് ചെയ്ത് ഫോൾ ചെയ്യുമ്പോൾ അതിന് ചില പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയും. നമ്മുടെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്യുമ്പോൾ ഇൻസുലിൻ സ്പൈക്ക് ചെയ്യും, ബ്ലഡ് ഷുഗർ ഫോൾ ചെയ്യുമ്പോൾ ഇൻസുലിൻ ഫോൾ ചെയ്യും. അപ്പോൾ നമ്മളുടെ ഹങ്കർ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ വീണ്ടും ഹംഗ്രി ആകുകയും നമുക്ക് പിന്നെയും വല്ലതും കഴിക്കാനുള്ള ക്രേവിങ് ഉണ്ടാകുകയും നമ്മൾ സ്നാക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ 2
പ്രോബ്ലമാണ് കാർബോഹൈഡ്രേറ്റ് ആദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒന്ന്, ബ്ലഡ് ഷുഗർ വളരെയധികം 1 hour കൂടും. ഇത് നമ്മുടെ HbA1c റിഫ്ലക്റ്റ് ചെയ്യും. 2 hours കഴിയുമ്പോൾ നോക്കുമ്പോൾ 160 ഉള്ളൂ. അത് കുഴപ്പമില്ല, 180 താഴെയാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എന്നാലും നമ്മൾക്ക് ഈ സ്പൈക്ക് ചെയ്ത് താഴ്ന്നതിൻ്റെ ഇഫക്ട്സ് നമ്മളുടെ ബോഡിയിൽ ഇരിക്കും. ആ ഇഫക്ട്സിൽ ഒന്നാണ് നമുക്ക് പെട്ടെന്ന് താഴ്ന്നുകൊണ്ടുണ്ടാകുന്ന ഫുഡ് ക്രേവിങ്, കാർബോഹൈഡ്രേറ്റ് ക്രേവിങ്. മറ്റേതാണെങ്കിൽ ഒരിക്കലും ആ ലെവലിലേക്ക് പൊങ്ങുകയില്ല, നമ്മുടെ HbA1c കുറഞ്ഞിരിക്കും. ഇതാണ് ഫുഡ് ഓർഡറിന്റെ ഇമ്പാക്ട്. ഇനി ഫുഡ് ഓർഡർ എങ്ങനെ കൊണ്ടുവരാം ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സാലഡ് കഴിക്കുക. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു സാലഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മുട്ട അല്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി കഴിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി നട്ട്സ് കഴിക്കാം. അപ്പൊ നമ്മൾ പ്രോട്ടീനും ഫാറ്റും ആകും. ഏത് പ്രോട്ടീൻ സോഴ്സിലും ഒരു അല്പം ഫാറ്റും കാണും. അല്ലെങ്കിൽ നമുക്ക് കടല, പരിപ്പൊക്കെ കഴിക്കാം. പക്ഷെ അതിലൊക്കെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ മുട്ട കഴിക്കുന്നവർക്ക് ഒരു മുട്ട കഴിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിൽ. ലഞ്ചിലൊക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് സാലഡ് കഴിച്ചിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു നമ്മൾ അന്ന് കഴിക്കുന്ന പ്രോട്ടീന്, ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ഒരു പരിപ്പ് വടയോ അത് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ചോറ് കഴിക്കുക. അപ്പൊ ഇതിലുള്ള വേറൊരു ഇമ്പാക്ട് എന്താ വെച്ചാൽ, ഇത് ഇത്രയും കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് കുറയുകയും നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതും കുറയും. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ ഷുഗർ കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ വെജിറ്റബിൾസ് ആദ്യം ചെല്ലുമ്പോൾ ആ വെജിറ്റബിൾസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഫൈബർ നമ്മൾ ദഹിച്ച് നമ്മുടെ വയറ്റിൽ അത് എത്താനുള്ള ഒരു 5 മിനിറ്റ് സമയം നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞ് വേണം അടുത്ത പ്രോട്ടീൻ കഴിക്കാൻ. അപ്പൊ ഈ വെജിറ്റബിൾ ചെല്ലുമ്പോൾ നമ്മുടെ വയറിനകത്ത് ഈ വെജിറ്റബിളിന്റെ ഫൈബർ ഒരു ജെല്ല് ഫോം ചെയ്യുകയും പിന്നീട് ലേറ്റർ വരുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയും ചെയ്യും. അത് സ്പീഡായിട്ട് കാർബോഹൈഡ്രേറ്റ് ആദ്യം വന്നാൽ എംപ്റ്റി സ്റ്റമക്കിലാണ് വരുന്നത്. അത് വേഗം അബ്സോർബ് ചെയ്യുകയും അത് കൂടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ സ്പൈക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ സ്റ്റമക്കിനെ പ്രിപ്പയർ ചെയ്യുകയാണ് ഈ വെജിറ്റബിൾ കഴിച്ചിട്ട്. പ്രോട്ടീൻ കഴിക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, പ്രോട്ടീൻ കഴിക്കുമ്പോൾ പ്രോട്ടീൻ ഡൈജഷൻ ഒക്കെ സ്ലോവർ ആയതുകൊണ്ട് ഡൈജഷനെ ഓൾ ടുഗെദർ അത് സ്ലോ ചെയ്യും. രണ്ടാമത് ഈ വെജിറ്റബിൾ കഴിക്കുന്നതിന്റെ വേറൊരു ഇമ്പാക്ട്, ഈ വെജിറ്റബിൾസിനകത്ത് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് എൻസൈംസ് ഉണ്ട് നമ്മൾ റോ ആയിട്ട് കഴിക്കുമ്പോൾ. അപ്പൊ ആ റോ വെജിറ്റബിൾസിലുള്ള എൻസൈംസും നമ്മുടെ ഡൈജഷനെ പല വിധത്തില് ഒന്നുകിൽ അത് ഇമ്പാക്ട് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ള ഓരോ വെജിറ്റബിളിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ അധികമായിട്ട് ഇല്ല, പക്ഷെ ആ ഒരു ഇമ്പാക്റ്റും അതിലുണ്ട്. പിന്നെ ഇനി അടുത്ത കാര്യം പറയാനുള്ളത്, എനിക്കാണെങ്കിൽ ഒരു പ്ലേറ്റ് വെജിറ്റബിൾ റോ ഒന്നും ചവയ്ക്കാനും കഴിക്കാനും ഒക്കെ പ്രയാസമുള്ളത് കൊണ്ട് ആണ് ഞാൻ ആ വെള്ളരിക്ക സ്മൂതിയൊക്കെ ഉണ്ടാക്കുന്നത്. അത് ആവുമ്പോൾ എനിക്ക് ഒത്തിരി നേരം ചവയ്ക്കണ്ട. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് നമ്മൾ റോ വെജിറ്റബിൾ പീസസ് ചവച്ച് കഴിക്കുമ്പോൾ അത് അത്ര അധികം ഗ്രൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിലെ സെൽ വോളാണ് അതിന്റെ മെയിൻ ഫൈബർ. ആ സെൽ വോളൊന്നും അധികം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നു. എന്നാൽ നമ്മൾ സ്മൂതി ആയിട്ട് കഴിക്കുമ്പോൾ, അരച്ച് കഴിക്കുമ്പോൾ ആ എല്ലാം അരച്ച് കലങ്ങി വരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്ട് കുറവാണ് എന്ന് പറയുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഒരു പ്ലേറ്റ് റോ വെജിറ്റബിൾ കഴിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ഞാനിത് സ്മൂത്തി ആയിട്ട് കഴിക്കും. കോവയ്ക്കാണെങ്കിൽ അതിൻ്റെ ബ്ലഡ് ഷുഗർ റെഡ്യൂസിങ് ഇമ്പാക്ട് വേറെ ഉണ്ട്. കോവയ്ക്ക, വെള്ളരിക്ക, ഇതിനൊക്കെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. എനിക്കിപ്പോൾ ഞാൻ ആ കുക്കുംബറാണ് ഈ ഹീറ്റിൽ കഴിക്കുന്നത്. കുക്കുംബർ വിത്ത് കേർഡ്, സാധാരണ കേർഡ് അല്ലെ ഗ്രീക്ക് യോഗേർട്ട് ഒരു പ്രോട്ടീനും കൂടെ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് സ്റ്റാർട്ട് യുവർ മീൽസ് വിത്ത് എ വെജിറ്റബിൾ ആൻഡ് ദെൻ ഫോളോ വിത്ത് പ്രോട്ടീൻ ആൻഡ് ദെൻ കാർബോഹൈഡ്രേറ്റ്. പക്ഷേ നമുക്ക് പ്രോട്ടീൻ ഇല്ലാതെ തന്നെ പോലും സ്റ്റാർച്ച് വെച്ച് വെജിറ്റബിൾസ് വെച്ച് തുടങ്ങിയാൽ നമ്മളുടെ ഷുഗർ സ്പൈക്സ് കുറഞ്ഞിരിക്കും എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഇതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ എല്ലാ ലിങ്ക്സും താഴെയുണ്ട്, നിങ്ങൾ കേട്ടു നോക്കുക, വായിച്ചു നോക്കുക. നന്ദി, നമസ്കാരം. ഇത് ഉപകാരമാണെങ്കിൽ ഷെയർ ചെയ്യണം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ട് ഞാൻ ഇനിയും വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്.